ഫലിതപ്രധാനവും ക്രിസ്തുവും ആശ്ചര്യകരവും ഒക്കെ ആയിട്ടുള്ള ആക്ഷേപ ഹാസ്യ സാഹിത്യത്തിലെ ഒരു പ്രധാന ശാഖയാണ് എപ്പിഗ്രാം എന്ന് പറയുന്നത്. എപ്പിഗ്രാമ എന്നുള്ള ഈ ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അത് ഉണ്ടായത് തന്നെ. എഴുത്ത് എന്നതിൻ്റെ അർത്ഥമുള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ ലോകത്തെമ്പാടും അറിയപ്പെട്ടിരുന്നതാണ് റീഡേഴ്സ് ഡൈജസ്റ്റ് എന്നുള്ളത്. അന്ന് അങ്ങനെ ഒരു ഇംഗ്ലീഷ് മാസികയാണ് കാര്യമായിട്ട് എല്ലാവർക്കും വായിക്കാനുണ്ടായിരുന്നത്. ഒരു സെക്യുലർ മീഡിയയിൽ വളരെ നന്നായിട്ട് ക്രിസ്തുവും ചിന്തോദീപകവുമായിട്ടുള്ള ലേഖനങ്ങളും കഥകളും മോട്ടിവേഷണൽ ഈ എപ്പിഗ്രാം ഉണ്ടായിരുന്ന ഒരു മാസികയായിരുന്നു അത്. അതിനകത്ത് സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ആളാണ് ഈ വില്യം ആർതർവാർഡ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരൻ. 4000-ലധികം എപ്പിഗ്രാംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചെറു കവിതകൾ, ചെറു ചിന്തകൾ. ഇന്ന് നാം കാണുന്ന മോട്ടിവേഷണൽ കോട്ട്സ് അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ കോട്ട്സ് എന്നൊക്കെ പറയുന്ന മോർണിംഗ് കോട്ട്സ് എന്നൊക്കെ പറയും, ഈവനിങ് കോട്ട്സ്, ഇതെല്ലാം അതിൻ്റെ എല്ലാ ഉത്ഭവം എങ്ങനെയാണ്? മലയാളത്തിൽ കുഞ്ഞുണ്ണി മാഷായിരുന്നു അതിൻ്റെ ഏറ്റവും അഗ്രഗണ്യനായിരുന്ന ഒരു ആൾ എപ്പിഗ്രാമിൻ്റെ കാര്യത്തിൽ. ഈ വില്യം ആർതർവാർഡിൻ്റെ ജീവിത വീക്ഷണത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. The pessimist complains about the winter. The optimist expects it to change. The realist adjusts the sails. ജീവിതത്തെ ഒരു സമുദ്രയാത്രയോടാണ് അദ്ദേഹം ഉപമിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സമുദ്രയാത്രയിൽ നടുക്കടലിലായിരിക്കുന്ന ഒരു നടുക്കടലിലായിരിക്കുന്ന ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം കാറ്റും കോളും കടലിൽ സ്വാഭാവികമാണല്ലോ. അങ്ങനെ കാറ്റും കോളും ഉണ്ടാവുന്ന സമയത്ത് ഒരു ശുഭാപ്തി വിശ്വാസി അല്ലാത്ത ഒരാൾ, പെസിമിസ്റ്റ്, ഇനി തീർന്നു, ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന് ഉള്ളൊരു രീതിയുള്ള ഒരാൾ എപ്പോഴും ഈ കാറ്റിനെയും കോളിനെയും കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കും. എന്തിന് ഈ ദുഃഖക്കടലിൽ തന്നെ ഇട്ടിട്ട് പോയെന്ന്. നമ്മൾ സങ്കടക്കടൽ, കരകാണാക്കടൽ, ദുഃഖക്കടൽ എന്നൊക്കെ പറയുന്ന കരകാണാക്കടൽ, ദുഃഖക്കടലാകുന്ന കരകാണാക്കടൽ. അങ്ങനെയാണല്ലോ എന്തിനീ ദുഃഖക്കടലിൽ എറിഞ്ഞു എന്നുള്ള ഒരു പാട്ട് തന്നെ തുലാഭാരം സിനിമയിലാണ് അതുണ്ട്. കാറ്റടിച്ചു കൂടും കാറ്റടിച്ചു എന്ന് ആ പാട്ടിനകത്താണ്. ഓപ്റ്റിമിസ്റ്റ്, ഒരു ശുഭാപ്തി വിശ്വാസിയായിട്ടുള്ള ഒരാൾ പ്രതീക്ഷിക്കും ഈ കാറ്റും കോളും അത് സ്വാഭാവികമാണ്, പക്ഷെ അത് റിയലിസ്റ്റിൻ്റെ മനോഭാവത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.